welcome to INJIPACHADI'S Vinodam. Share the taste, share the happiness. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. പുറമേ ഭാഗം നല്ല മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും അതും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡറും 1 ടീസ്പൂണ് വിനാഗിരിയും 1 ടേബിൾ സ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ബാറ്റർ ചിക്കൻ പുരട്ടി വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 750 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച ചിക്കനാണ്. എല്ലോടുകൂടിയ ചിക്കൻ്റെ പീസാണ്. മീഡിയം പീസാണ്, ചെറിയ പീസാണ്. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവുക. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനൊക്കെ ഇതുപോലുള്ള ചെറിയ പീസാക്കുക ഞാൻ നല്ലത്. അപ്പോൾ ചെറിയ പീസാക്കി എടുത്ത് ചിക്കൻ്റെ പീസ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിൽ കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കുറച്ചും കൂടി നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ പറ്റുന്ന ടൈം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതും കൂടി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതും ഇഷ്ടത്തിനനുസരിച്ച്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനൊക്കെ ആ കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റിയിട്ട് എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും ആയി പോകരുത്. ഹൈ ഫ്ലെയിം ആണെങ്കിലും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല കുക്കായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. കൂടുതൽ സമയം ഫ്രൈ ചെയ്താൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആകെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ നമ്മളെ ഫ്ലെയിം കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കോരിയെടുക്കാൻ. എന്നാൽ പിന്നെ അധികം എണ്ണ കുടിക്കില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഫ്രൈ ആയി പോകാതിരിക്കാനും ഒരു ശ്രദ്ധ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഞാനിപ്പം ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ നന്നായി കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി തന്നെ
ഒന്ന് ചതച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ചേർത്താലും മതി. അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയെല്ലാം നമുക്ക് ഇതൊന്നൊന്ന് കോരിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ഉള്ളിൽ സോഫ്റ്റുമായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്പിയാണ് നമ്മൾ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ നേരത്തെ വിനാഗിരിയും ചേർത്തത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ ഒന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതേപോലെ 2 ഉള്ളിയും പിന്നെ 2 പുളിനാരങ്ങയൊക്കെ വെച്ച് സെർവ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ. Share the taste, share the happiness. Thanks for watching.